മലപ്പുറം മരീക്കോട് ഊർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനംവകുപ്പും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വിവരങ്ങൾ നൽകാനായി അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുണിത് എപ്പോഴായിരുന്നു സംഭവം? കാട്ടാനയെ രക്ഷിക്കാനുള്ള ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം. 12:30 കൂടിയാണ് ഈ കാട്ടാന ഈ കൂരങ്കല്ല് സണ്ണി എന്ന കർഷകന്റെ വീട്ടിലെ കിണറ്റിലേക്ക് വീഴുന്നത് എന്നാണ് നമ്മൾ അറിയുന്ന വിവരം. ഇത് മേഖല എന്ന് പറയുന്നത് അരീക്കോട് വെറ്റിലപ്പാറ മേഖലയിലാണ് ഈ ഊർങ്ങാട്ടിരി എന്ന് പറയുന്ന സ്ഥലം. ഊർങ്ങാട്ടിരിയിലെ കൂരങ്കല്ല് മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തന്നെ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ്. ഒരു കർഷക മേഖലയാണ്, ഈ മലയോര മേഖലയാണ്. അപ്പോൾ കർഷകരുടെ കൃഷിയിടത്തിലേക്ക് നിരന്തരമായി ഈ കാട്ടാന എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നൊരു പരാതിയും കർഷകർ ഉന്നയിക്കുന്നുണ്ട്. അതിനിടെയാണ് കൂട്ടമായി കാട്ടാനകൾ ഇവിടെ എത്തുന്നതിനിടെ, ഇത്തരത്തിൽ ആനകളെ തുരത്തുന്നതിനിടെയാണ് ഈ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. രാത്രിയോടെ തന്നെ കർഷകർ ഈ ആനകളെ തുരത്താനുള്ള ശ്രമത്തിനിടയിൽ ഒരു ആന കിണറ്റിലേക്ക് വീഴുകയാണ് എന്നുള്ളതാണ്. RRPയിലെയും ഈ വനംവകുപ്പിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെല്ലാം രാത്രിയോട് തന്നെ നിലമ്പൂർ RRPയും കാണാമ്പുഴയിലെ മറ്റു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ മേഖലയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആനയെ ഇനി എങ്ങനെ പുറത്തെടുക്കുമെന്നുള്ള നടപടിയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കാനുള്ള ഒരു ഘട്ടം കൂടിയാണ് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. എന്തായാലും മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ്. അതിനുള്ള നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മേഖലയിലൊന്നും ആനയെ തുറന്നു വിടരുത്, മറ്റൊരു ദൂര സ്ഥലത്തേക്ക് ആനയെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യവും നാട്ടുകാരും പ്രദേശവാസികളും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. അത് എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടം എന്നോണം സ്ഥിതിഗതികൾ വിലയിരുത്തി ബാക്കി നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്കെല്ലാം കടക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാക്കാനുള്ള ശ്രമത്തിനാണ് അധികൃതരെല്ലാം തന്നെ ഉള്ളത്. ഹിമ. ശരി അരുൺ, എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം പഞ്ചായത്ത് അംഗം ജിനേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജിനേഷ്, ഇതെപ്പോഴായിരുന്നു ഈ ആന കിണറ്റിൽ വീണ സംഭവം ഉണ്ടായത്? അങ്ങിപ്പോൾ സംഭവ സ്ഥലത്തുണ്ടോ? ഇതെങ്ങനെ ഒരുപാട് ആഴമുള്ള കിണറാണോ? ഇല്ല, അധികം ആഴമില്ലാത്ത ഒരു കിണറാണ്. ഒരു 8-10 മീറ്ററിന്റെ ഉള്ളിലേ ഉള്ളൂ. ഒരു 12:30 സമയത്താണ് ആന കിണറ്റിൽ വീണത്. ശരി, രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? ഈ വീഴ്ചയിൽ ആനയ്ക്ക് പരിക്കോ അങ്ങനെ എന്തെങ്കിലും ഏറ്റതായിട്ടോ മറ്റോ അറിവുണ്ടോ? ഇല്ല, ആനയ്ക്ക് കാഴ്ചയില് പരിക്കൊന്നുമില്ല. ഇനിയിപ്പോ ഫോറസ്റ്റിന്റെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഡോക്ടേഴ്സ് ഒന്ന് പരിശോധിച്ചിട്ട് അതിനെ കയറ്റിവിടാനുള്ള മറ്റു മാർഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാല് രാവിലെ തീരുമാനിക്കുള്ളൂ എന്നാണ് അറിഞ്ഞത്. ഇപ്പോ RRT ടീമും ഫോറസ്റ്റുകാരും അവിടെ സ്ഥലത്തുണ്ട്. ശരി, എന്തായാലും രക്ഷാപ്രവർത്തനം വൈകാതെ തന്നെ പുരോഗമിക്കുമെന്നുള്ള വിവരങ്ങളാണ് പഞ്ചായത്ത് അംഗം ജിനേഷ് കൂടി പങ്കുവയ്ക്കുന്നത്. അരുൺ അമൃതനാരാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. മലപ്പുറം മരീക്കോട് ഊർങ്ങാട്ടിരിയിലാണ് കാട്ടാന കിണറ്റിൽ വീണത്. കൂരങ്കല്ല് സ്വദേശിയായ സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലായിരുന്നു കാട്ടാന വീണത്.